ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 13ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. ഇനി ഗെയിം കളിച്ചാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പത്തെ ഭാഗങ്ങളുടെ ലിങ്കും കിട്ടിയിട്ടുണ്ടാകും. ഗെയിമിൻ്റെ ലിങ്കും അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ചെയ്തു വെച്ച ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ സീസൺ ഇറങ്ങിയിട്ടുണ്ട്, ബാറ്റിൽ ത്രൂ ദ ഹെവൻസിൻ്റെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ തീർച്ചയായും ആ സീരീസ് ചെയ്യും. എവർനൈറ്റിൻ്റെ ഈ രണ്ടാമത്തെ സീസൺ കഴിഞ്ഞതിന് ശേഷം അതായിരിക്കും ചെയ്യുക. അതുകൂടാതെ ഈ ആഴ്ചയിലും 3 വീഡിയോയേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്കയും സാങ്സാങ്ങും രക്ഷപ്പെട്ടു പോകുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് യേഹോങ്യുവിനെയാണ്. ഷീലിംഗിലെ ഒരു വ്യക്തി വന്ന് യേഹോങ്യുവിനോട് പറയുകയാണ്, ഷീലിംഗിൻ്റെ അധികാരി സമർത്ഥരായിട്ടുള്ള കുറേ ആളുകളെ നമ്മുടെ കൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ യേഹോങ്യു പറയുകയാണ്, നമ്മൾ ആർക്കും അറിയാത്ത സ്ഥലത്തേക്കായിരിക്കും നിങ്കയും സാങ്സാങ്ങും പോയിട്ടുണ്ടാവുക. ഷീലിംഗിൻ്റെ അധികാരി പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ട, ഞാനൊരു സ്ഥലം പറയാം, അങ്ങോട്ട് പോകാം. എന്നാൽ ആ സ്ഥലത്തിൻ്റെ പേര് കേട്ട് കഴിയുമ്പോൾ അവർ പറയുകയാണ്, അത് വളരെ ഡേഞ്ചറസ് ആണ്, അതുവഴി കുറേ വർഷങ്ങളായിട്ട് ആരും പോകാറില്ല. യേഹോങ്യ അപ്പോൾ പറയുകയാണ്, അത് തന്നെ, ആരും തിരഞ്ഞെടുക്കാത്ത വഴിയായിരിക്കും നിങ്ക തിരഞ്ഞെടുക്കുക. യേഹോങ്യുവിൻ്റെ ഊഹം ശരിയായിരുന്നു. നിങ്കയും സാങ്സാങ്ങും ഇപ്പോൾ ആ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ശരിയായിരുന്നു, മഞ്ഞു മൂടിയ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ആ സ്ഥലം നിരീക്ഷിക്കുന്നതിന് വേണ്ടി നിങ്കെ സാങ്സാങ്ങിനെ പുറത്ത് കയറ്റി ചുറ്റും നിരീക്ഷിപ്പിക്കുന്നു. സാങ്സാങ്ങിൻ്റെ ദൃഷ്ടി വഴി അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ നിരീക്ഷിച്ച അവൾക്ക് പോലും ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്കെ അപ്പോൾ പറയുന്നുണ്ട്, നീ വെറുതെ കഷ്ടപ്പെടണ്ട, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം. അപ്പോൾ വീണ്ടും ആ കാക്കകളെ അവിടെ കാണുന്നുണ്ട്. അതവരെ വിട്ടുപോകുന്നില്ല. ഇതേ സമയം തന്നെ യേഹോങ്യുവിൻ്റെ ആളുകൾ അവിടെ എത്തി അങ്ങോട്ട് കയറാൻ മടിച്ചു നിൽക്കുന്നതായി കാണിക്കുന്നു. സാങ്സാങ് അവളുടെ ദൃഷ്ടി ഉപയോഗിച്ച് അവരുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു. അവർ അവിടെ പേടിച്ചു നിൽക്കുകയാണെന്ന് സാങ്സാങ് പറയുന്നു. നിങ്കി അപ്പോൾ പറയുകയാണ്, ഇവിടെ കയറാൻ നമുക്ക് മാത്രമേ ധൈര്യം ഉണ്ടാവുകയുള്ളൂ. സാങ്സാങ് അപ്പോഴേക്കും ഒന്ന് ചുമച്ചു പോകുന്നു. നിങ്കി പറയുകയാണ്, ആ കുട ചുരുക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. സാങ്സാങ് പറയുകയാണ്, ഈ കുട ഉപയോഗിച്ചെന്ന് പറഞ്ഞ് എന്താണ് പ്രശ്നം? ഇതുപയോഗിച്ചാണ് എൻ്റെ ഉള്ളിലുള്ള ഡെവിള് എന്നെ ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ എപ്പോഴേ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും അവളുടെ ചുമ കൂടുന്നു. നിങ്കി അപ്പോൾ അവളെ അതൊക്കെ നിർത്തിപ്പിച്ച് മടിയിലിരുത്തുന്നു. അല്പം കഴിയുമ്പോൾ അവളുടെ ചുമയും നിൽക്കുന്നു. പിന്നീട് നിങ്കെ പതുക്കെ ആ കുതിരവണ്ടി വിടുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ അവിടെ യേഹോങ്യു പ്രത്യക്ഷമാകുന്നു. നിങ്കയും അത് മനസ്സിലാക്കുന്നുണ്ട്. അത് കണ്ട് കുതിരവണ്ടി നിർത്തി നിങ്കെ പുറത്തേക്ക് ഇറങ്ങി അവളോട് പറയുകയാണ്, നിന്നെ ഇവിടെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. യേഹോങ്യു അപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് നാളായി നിന്റെ പുറകെ ഞാൻ ഉണ്ടെന്ന്. നിങ്കെ അപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. അവൾ അവർക്കെതിരെ തിരിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെ കുറിച്ചൊക്കെ നിങ്കെ സംസാരിക്കുമ്പോൾ തന്നെ അവൾ പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെയല്ല ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം സാങ്സാങ് ഡോക്ടർ ഓഫ് എയ്ഡ് ആയിരുന്നില്ല. ആ ചെസ് ബോർഡ് കാരണമാണ് ഇത്രയും നാൾ നീ ജീവിച്ചിരുന്നത്. അതിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് വർഷങ്ങൾ കടന്നുപോയതുപോലെ നീ അറിയാതിരുന്നത്. എന്തായാലും ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്നെ കൊല്ലുന്നതിന് വേണ്ടിയാണ്. എനിക്ക് പറയുകയാണ്, എപ്പോഴും കൊല്ലുന്നത് മാത്രമേ ഉള്ളൂ, അതാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത്. യേഹോങ്യു പറയുകയാണ്, അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല, എനിക്ക് നിന്നെ കൊല്ലണം. എന്നാൽ നിങ്കെ പറയുകയാണ്, കുറേ നേരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കുകയായിരുന്നില്ലേ? ആ സ്ഥിതിക്ക് ഫൈറ്റിന് മുമ്പേ ഒന്ന് കുളിച്ച് കയറിക്കൂടെ? യേഹോങ്യു അപ്പോൾ പറയുകയാണ്, നീയുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെളി പറ്റും, അതേപോലെ തന്നെ നിന്റെ ബ്ലഡും പറ്റും. അതുകൊണ്ട് ഞാൻ ഫൈറ്റിന് ശേഷം കുളിച്ചോളാം. നിങ്കെ അപ്പോൾ പറയുകയാണ്, ഞാൻ ചെളി പിടിച്ച ഒരു പെണ്ണിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യില്ല, എൻ്റെ ശരീരത്തിലും അഴുക്കാകും. അതൊരു ശരിയായിട്ടുള്ള ഫൈറ്റ് അല്ല എന്ന് പറയുമ്പോൾ യേഹോങ്യു ചോദിക്കുകയാണ്, ക്ലീൻ ആയിട്ടുള്ള പെണ്ണുങ്ങളുടെ കൂടെ മാത്രമേ നീ ഫൈറ്റ് ചെയ്യുകയുള്ളൂ? നീ ശരിക്കും ഒരു ആഭാസം തന്നെ. നിങ്കെ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും അതുതന്നെയാണ്. അവനോട് ഫൈറ്റ് ചെയ്യാൻ വേറെ വഴികളൊന്നുമില്ല എന്ന് കാണുമ്പോൾ അവൾ ആ കുളത്തിൽ കുളിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഡ്രസ്സൊക്കെ മാറ്റി ഫുൾ നേക്കഡായിട്ട് അവരുടെ മുമ്പിൽ ആ കുളത്തിൽ കുളിക്കുകയാണ് അവൾ. സാങ്സാങ് അത് കണ്ട് അവൾ ശരിക്കും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ നിങ്കെ പറയുകയാണ്, ഒട്ടും സംശയമില്ല. അവൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്കെ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? യേഹോങ്യു പറയുകയാണ്, നീ പറഞ്ഞതല്ലേ, നമ്മൾ രണ്ടുപേരും ആഭാസന്മാർ തന്നെയാണ്. അതുകൊണ്ട് നീ എങ്ങനെയാണ് ചിന്തിക്കുക എന്ന് എനിക്കും അറിയാം. നിങ്കെ അപ്പോഴും ഈ ഫൈറ്റ് വേണോ എന്ന് ചോദിക്കുമ്പോൾ യേഹോങ്യു വേണമെന്ന് തന്നെ പറയുന്നു. തൻ്റെ പദവി അതാണ്. ലോകത്തിൽ നിന്ന് ഈവിള് ഇല്ലാതാക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവൾ പറയുന്നു. നിങ്കെ അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അതിന് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞങ്ങൾ നിരപരാധികളാണ്. അപ്പോൾ അവൾ പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് എന്തോരം ആളുകളെ കൊന്നു. നിങ്കെ പറയുകയാണ്, അവർ ഞങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ? അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. യേഹോങ്യു പറയുകയാണ്, ഒരു നല്ല പുരുഷൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ സാങ്സാങ് ഈ ലോകം മുഴുവനും ഒരു ഭീഷണിയാണ്. എന്നാൽ അതൊന്നും തൻ്റെ വിഷയമല്ല എന്ന് നിങ്കെ പറയുന്നു.
വീണ്ടും യേഹോങ്യുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അവളെ കൊല്ലണമെന്ന് തന്നെ യേഹോങ്യു പറയുന്നു. നിങ്കി അപ്പോൾ ചോദിക്കുകയാണ്, ലോകം മുഴുവനും അവളെ കുറ്റക്കാരിയായിട്ട് വിധിക്കുന്നത് കൊണ്ടാണോ നീയും അവളെ കുറ്റക്കാരിയായി കാണുന്നത്? അപ്പോൾ യേഹോങ്യു ചോദിക്കുകയാണ്, ഞാൻ നിന്നെ തെറ്റും ശരിയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ലത് മാത്രം ചെയ്യുന്നത് ഗുഡ്. ഭൂരിഭാഗം ആളുകൾക്കും സാങ് ഒരു ഭീഷണിയാണ്. ആർക്കെങ്കിലും അവൾ വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അത് ക്ഷമിക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. അവസാനം കുളിയൊക്കെ കഴിഞ്ഞ് കയറുന്ന സമയത്ത് നിങ്കി പറയുകയാണ്, ഇറ്റേണൽ നൈറ്റ് കാണാൻ നല്ല രസമായിരിക്കും, നിനക്കത് കാണണമെന്ന് തോന്നുന്നില്ലേ? അവനത് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതായിരുന്നു. അവസാനം അവൻ പറയുകയാണ്, ഇറ്റേണൽ നൈറ്റ് വരാതിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാങ്ങിനെ കൊല്ലരുത്. ഫൂസി പറഞ്ഞത് ഇവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലാണ് ഇവളുടെ ഉള്ളിലുള്ള ഈവിള് പുറത്തേക്ക് വരുന്നത്. ഇവൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ഇവളുടെ ഉള്ളിലുള്ള ആ ഈവിൾ ബന്ധനസ്ഥതയിലായിരിക്കും. ഹെയ്ഡ് ഇവൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കില്ല. അത് കേട്ടപ്പോൾ തന്നെ യേഹോങ്യു ചോദിച്ചിരുന്നു, ഇത് ഫൂസിയുടെ വാക്കുകൾ പോലെ തോന്നുന്നില്ലല്ലോ. നിങ്കി പറയുകയാണ്, ഫൂസി അല്ല ഇത് ഞങ്ങളോട് പറഞ്ഞത്, ഫസ്റ്റ് ബ്രദറാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഫൂസി പറഞ്ഞതാണെന്നാണ് ഫസ്റ്റ് ബ്രദർ പറഞ്ഞത്. നീ എൻ്റെ മാസ്റ്ററിനോടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഫൂസി ആയിരിക്കില്ല ഇത് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫൂസി നിങ്ങളെ രക്ഷിക്കാൻ വരുമായിരുന്നില്ലേ? ഫസ്റ്റ് ബ്രദർ ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നോ? അതും ന്യായമുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ നിങ്കിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും വീണ്ടും കൂടുതൽ കാക്കകൾ അങ്ങോട്ട് വരുന്നതായി അവർ കാണുന്നു. നിങ്കി അപ്പോൾ ദേഷ്യത്തോടെ ആ കാക്കകളോട് എന്തോ പറയുന്നുണ്ട്. ശേഷം തൻ്റെ ആയുധം എടുക്കാൻ സാങ്സാങ്ങിനോട് ആംഗ്യത്തിൽ കാണിക്കുന്നു. സാങ്സാങ് ഉടനെ തന്നെ നിങ്കിയുടെ ആ അമ്പ് എടുത്ത് കൊടുക്കുമെങ്കിലും അവൾക്ക് നല്ല വിഷമമുണ്ട്. നിങ്കിയെക്കുറിച്ചുള്ള ആകുലത തന്നെയാണ്. കാരണം യേഹോങ്യു വളരെ പവർഫുൾ ആണല്ലോ. ഉടനെ തന്നെ യേഹോങ്യുവിനെ അമ്പ് ചെയ്യാൻ നിങ്കി റെഡിയാകുന്നു. യേഹോങ്യു അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ അമ്പ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ തലിസ്മാന്റെ ശബ്ദം കേട്ട് യേഹോങ്യുവും തിരിയുന്നു. ഉടനെ തന്നെ നിങ്കി ആ അമ്പ് ചെയ്യുന്നു. അത് തൊട്ടടുത്തെത്തുമ്പോൾ തന്നെ യേഹോങ്യു ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിനുശേഷം പാഞ്ഞ് ആ കുളത്തിന്റെ അപ്പുറത്തെത്തി നിങ്കിയെ നേരിടുന്നു. ശക്തമായ ആ ആക്രമണത്താൽ നിങ്കിയെ തെറിച്ചു പോകുമെങ്കിലും വീടുന്നില്ല. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റാണ്. ശക്തമായിട്ടുള്ള ആ ഫൈറ്റിൽ ആധിപത്യം പുലർത്തുന്നത് യേഹോങ്യു ആണ്. എങ്കിലും നിങ്കിയെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നു. അവളുടെ ഒപ്പം പിടിച്ചു നിൽക്കാനാകില്ല എന്ന് കാണുമ്പോൾ നിങ്കി പറയുകയാണ്, നിർത്തു, മുമ്പ് നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, എന്നെ 2 പ്രാവശ്യം വെറുതെ വിടാമെന്ന്. ഒരു പ്രാവശ്യം നീ എന്നെ വെറുതെ വിട്ടു, ഇനി ഒരു പ്രാവശ്യം കൂടി എന്നെ വെറുതെ വിടാനുള്ള അധികാരമുണ്ട്. ആ ഒരു അവസരം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ തമ്മിൽ നേരിടുകയാണെങ്കിൽ നിനക്കെന്നെ കൊല്ലാം. യേഹോങ്യു അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സാങ്ങിന്റെ ജീവൻ എടുക്കട്ടെ എന്ന് പറയുന്നു. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് നിങ്കി പറയുകയാണ്, അവളെ കൊല്ലുന്നത് എന്നെ കൊല്ലുന്നത് പോലെയാണ്, എന്നെ കൊന്നിട്ട് നിനക്ക് അവളെ കൊല്ലാനാവുകയുള്ളൂ. യേഹോങ്യു പറയുകയാണ്, നീ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് രക്ഷപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെയും വരെയും എത്തിയെന്ന് ഓർത്ത് എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. നിങ്കി പറയുകയാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ നീണ്ട കഥയാണെന്ന് പറയുമ്പോൾ യേഹോങ്യു പറയുകയാണ്, അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് നിന്നെ കൊന്നാൽ മതി. നിങ്കി അപ്പോൾ പറയുകയാണ്, എന്നെ വെറുതെ വിട്ടതല്ലേ, വീണ്ടും കൊല്ലാൻ പോവുകയാണോ? യേഹോങ്യു അപ്പോൾ പറയുകയാണ്, ആ റൗണ്ട് കഴിഞ്ഞു, ഇത് അടുത്ത റൗണ്ടാണ്. ഈ റൗണ്ടിൽ എനിക്ക് നിന്നെ കൊല്ലാം. അതിനുശേഷം വീണ്ടും അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ഇപ്രാവശ്യം ശക്തമായിട്ട് നിങ്കി അവളെ നേരിടുന്നുണ്ട്. കാരണം നിങ്കിക്ക് എങ്ങനെയെങ്കിലും സാങ്ങിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. യേഹോങ്യു രണ്ടും കൽപ്പിച്ചാണ്. ആദ്യം അല്പനേരത്തേക്ക് നിങ്കി ആധിപത്യം പുലർത്തുമെങ്കിലും ശക്തമായിട്ട് യേഹോങ്യു പിന്നീട് നേരിട്ടു. പിന്നീട് ആ ഫൈറ്റിൽ ആധിപത്യം പുലർത്തിയത് അവളാണ്. സാങ് ആകട്ടെ ഇതേ സമയം ചുമച്ച് കറുത്ത നിറത്തിലുള്ള ചോര തുപ്പുന്നു. നിങ്കെ വളരെ വലിയ പ്രതിസന്ധിയിലാണെന്ന് കാണുമ്പോൾ സാങ്ങിന് അത് കണ്ടു നിൽക്കാനായില്ല. ആ കുടയും എടുത്തുകൊണ്ട് ഒരു വിധത്തിൽ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും നിങ്കയും യേഹോങ്യുടെ ആക്രമണം കിട്ടി തെറിച്ചു പോയി വീണ് ചോര തുപ്പിയിരുന്നു. അതിനുശേഷം യേഹോങ്യു വാളുമായി പാഞ്ഞു ചെന്ന് അവനെ കൊല്ലാനൊരുങ്ങി. എന്നാൽ അപ്പോഴേക്കും സാങ് അവളുടെ സർവ്വശക്തിയും പുറത്തെടുത്ത് മുകളിലേക്ക് ഉയർന്നു. ഇപ്രാവശ്യം പുറത്തു വന്നത് പ്രകാശമായിരുന്നില്ല, കറുത്ത പുകകളായിരുന്നു. യേഹോങ്യു നിങ്കയുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും സാങ് തൻ്റെ ശക്തി മുഴുവനും യേഹോങ്യുടെ നേരെ പ്രയോഗിച്ചിരുന്നു. ആ ഒരു ശക്തമായ ആക്രമണത്താൽ തെറിച്ചു പോയി വീഴുന്ന യേഹോങ്യു ചോര തുപ്പി പോകുന്നു. സാങ്ങിന്റെ ഉള്ളിൽ അത്രയ്ക്ക് നല്ല പവറുണ്ട്. ആ ഒരു അറ്റാക്ക് മൂലം യേഹോങ്യുവും ബോധം കെട്ട് വീഴുന്നു. അതേപോലെ തന്നെ ശക്തിയെല്ലാം പ്രയോഗിച്ച് സാങ്ങും ബോധം കെട്ട് വീഴുന്നു. അവൾക്ക് ഇപ്പോൾ സാധിക്കുന്ന എല്ലാ ശക്തിയും അവൾ പ്രയോഗിച്ചിരുന്നു. നിങ്കി അത് കണ്ട് ഒരുപാട് വിഷമത്തോടെയും ആകുലതയോടെയും ഓടി വന്ന് അവളെ എടുത്തുപൊക്കി കുതിരവണ്ടിയുടെ ഉള്ളിൽ കയറ്റി വീണ്ടും കുതിരവണ്ടി വിടുന്നു. വീണ്ടും അവർ കുറേ സ്ഥലങ്ങൾ താണ്ടുന്നു. പോകുന്ന വഴിക്ക് അവൻ ആലോചിക്കുന്നുണ്ട്, സാങ് ഇത് ചെയ്തത് എനിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് വേണ്ടി ഡോട്ടർ ഓഫ് ഹെയ്ഡ് എന്ന അവളുടെ ഐഡന്റിറ്റി പോലും ഇന്ന് അവൾ പുറത്തെടുത്തു. അവളുടെ ആ അറ്റാക്ക് കണ്ട് നിങ്കി പോലും ഇപ്പോൾ വിശ്വസിക്കുകയാണ് അവൾ ഡോട്ടർ ഓഫ് ഹെയ്ഡ് ആണെന്ന്. പിന്നെ കാണിക്കുന്നത് അറ്റാക്ക് കിട്ടിയ യേഹോങ്യു അവളുടെ ആളുകളുടെ അടുത്തേക്ക് തിരികെ വരുന്നതാണ്. സത്യത്തിൽ അവൾ അങ്ങോട്ട് വന്നതായിരുന്നില്ല, അവളെ അവർ ഫോളോ ചെയ്യുകയായിരുന്നു. ഷീലിങ്ങിന്റെ അധികാരി അവളെ ഫോളോ ചെയ്യാൻ വിട്ടതായിരുന്നു അവരെ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയായിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ ഇക്കാര്യം പറയുകയും ചെയ്യുന്നു.
അത് കേട്ട് ദേഷ്യത്തോടെ യേഹുങ്ങി അവരെ ആക്രമിക്കാൻ വാളെടുക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഷീലിങ്ങിന്റെ അധികാരി ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നീ എന്തെങ്കിലും അവിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നിന്നെ തീർക്കണമെന്ന്. അതിനുശേഷം അവളെ അവർ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അത്രയൊക്കെ സംഭവിച്ചിട്ടും നിഷ്പ്രയാസം അവളുടെ ശക്തി ഉപയോഗിച്ച് വാള് വീശി യേഹോങ്ങി അവരെ പരാജയപ്പെടുത്തുന്നു. യേഹോങ്യുവിന്റെ ശക്തിയുടെ മുമ്പിൽ അവർ ഒന്നുമല്ലായിരുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. പിന്നെ വീണ്ടും നിങ്കയും സാങ്സാങ്ങിനെയും കാണിക്കുന്നു. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ക ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവൻ ആലോചിക്കുകയാണ്, സാങ്സാങ് ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തത്, എനിക്ക് വേണ്ടി അവളുടെ ഐഡന്റിറ്റി അവൾ വെളിപ്പെടുത്തി. അതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും അവൻ ആലോചിച്ചു കൂട്ടുന്നത്. അപ്പോഴേക്കും സാങ്സാങ്ങും എഴുന്നേൽക്കുന്നു. നിങ്ക വീണ്ടും ആലോചിക്കുകയാണ്, എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇനി എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. സാങ്സാങ്ങിനെയും കൊണ്ട് സുരക്ഷിതമായി ഏത് സ്ഥലത്തേക്ക് പോകും? അപ്പോഴേക്കും സാങ്സാങ് അവനെ യങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നു. അത് കേട്ട് നിങ്കയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. കാരണം അവൾക്ക് ബോധമൊന്നും പോയിട്ടില്ല. അവൾ പഴയ സാങ്സാങ് തന്നെയാണ്. അവളുടെ ഉള്ളിലുള്ള ഈവിളോ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടില്ല. നിങ്ക ഒരുപാട് സന്തോഷിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് എവിടെയാണെന്ന് സാങ്സാങ് ചോദിക്കുന്നു. നിങ്കയ്ക്കും അതറിയില്ല. സാങ്സാങ് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? എനിക്ക് അവിടെ എന്താണ് നടന്നതെന്ന് ഓർമ്മയില്ല. നിങ്ക അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുന്നു, സാങ്സാങ് അവനെ രക്ഷിച്ചത്. അവൻ സാങ്സാങ്ങിനോട് അക്കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ ഒന്നും സംഭവിച്ചില്ല, അവൻ യേഹോങ്ങിനെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സംശയത്തോടെ സാങ്സാങ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അതൊന്നും ഓർക്കാത്തത്? ഞാൻ വേറൊരാളായിട്ട് മാറുന്നുണ്ടോ? എന്നാൽ നീ അതൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്ന് നിങ്ക പറയുന്നു. കാരണം അവളോട് അതിനുള്ള ഉത്തരം പറയാൻ അവന് സാധിക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ആലോചിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. കിടക്കുന്ന സമയത്ത് നിങ്ക വീണ്ടും പറയുന്നുണ്ട്, ആരൊക്കെ നിന്റെ ജീവൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വഴിക്ക് തടസ്സമായി വന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല, അവരുടെ ജീവൻ ഞാൻ എടുക്കും. കുറെ കഴിയുമ്പോൾ അവർ ഒരു മരുഭൂമിയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ സാങ്സാങ്ങും വീണ്ടും എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഞാൻ ഒരു മരുഭൂമിയെ സ്മെല്ല് ചെയ്യുന്നു. ചുറ്റും നോക്കി കഴിയുമ്പോൾ സാങ്സാങ്ങിന് മനസ്സിലാകുന്നു അവർക്ക് പരിചയമുള്ള സ്ഥലത്താണ് അവർ എത്തിയിരിക്കുന്നത്. അതായത് വെയ് സിറ്റിയിലാണ് അവർ എത്തിയിരിക്കുന്നത്. പരിചയമുള്ള ആ സ്ഥലത്തിൻ്റെ സ്മെല്ല് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അത് കേട്ട് കഴിയുമ്പോൾ നിങ്കയ്ക്കും സന്തോഷമാകുന്നുണ്ട്. സന്തോഷത്തോടെ നിങ്കയെ കെട്ടിപ്പിടിച്ച് ആട്ടി അവൾ പറയുകയാണ്, നല്ല ഗന്ധമാണ് ഇവിടെ. വെയ് സിറ്റിയിൽ ഇപ്പോൾ ജനറൽ മായുടെ അടുത്ത് ഷീലിങ്ങിൽ ഒരു സന്ദേശവാഹകം വന്നിട്ട് പറയുകയാണ്, ഡോട്ടർ ഓഫ് ഫേഡിനെ ആർക്കും ഇതുവരെയും പിടിക്കാനായിട്ടില്ല. ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവസാനം പറയുകയാണ്, അവളെ പിടിക്കുന്നതിന് നിങ്ങളുടെയും സഹായം വേണം, സപ്പോർട്ടും വേണം. ചുരുക്കി പറഞ്ഞാൽ അവൾ ആ പരിസരത്ത് എവിടെയെങ്കിലും വന്നാൽ പിടിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അതൊക്കെ കേട്ടിട്ടും വളരെ കൂളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനറൽ മാ. അവിടെ ഉണ്ടായിരുന്ന വേറൊരു വിഭാഗക്കാരെല്ലാം അതിനോട് യോജിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന താങ് സ്റ്റേറ്റിന്റെ മറ്റൊരു പട്ടാളവും താങ് സ്റ്റേറ്റിന്റെ വെയ് സിറ്റിയിലുള്ള പട്ടാളവും അതിനോട് യോജിക്കുന്നില്ല. അതായത് അവർക്ക് മുകളിൽ നിന്ന് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഉത്തരവ് കിട്ടിയാലേ തങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറയുമ്പോൾ ഷീലിങ്ങിൽ നിന്നുള്ളവരും സാങ്സാങ്ങിനെ പിടിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും അപ്പോൾ പറയുകയാണ്, ഇതൊക്കെ ശരിക്കും നാണക്കേടാണ്. ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് നാണക്കേടാണോ? ജനറൽ മാ ആകട്ടെ ഇതേ സമയം കുടിച്ച് വീണു പോകുന്നു. അതൊക്കെ അഭിനയിക്കുകയാണോ എന്നറിയില്ല. കാരണം നിങ്കയും സാങ്സാങ്ങും ഒക്കെ അവന് പ്രിയപ്പെട്ടവനാണല്ലോ. അവരുടെ ഇടയിൽ അതും ഇതൊക്കെ പറഞ്ഞ് തർക്കമാകുമ്പോൾ ഷീലിങ്ങിന്റെ ആ പ്രതിനിധി അപ്പോൾ അവരോടൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ജനറൽ മായിനോട് പറയുകയാണ്, എനിക്ക് കേൾക്കേണ്ടത് നിന്റെ ഉത്തരവാണ്. വെയ് സിറ്റിയുടെ കൺട്രോൾ മുഴുവൻ നിനക്കാണല്ലോ. അയാളാകട്ടെ മന്നനടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. വീഴാൻ പോകുന്ന സമയത്ത് കീഴിലുള്ളവരൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. ജനറൽ മാ അതിന് ഉത്തരം പറയാതിരിക്കുമ്പോൾ ടേബിളിൽ തട്ടിക്കൊണ്ട് ഷീലിങ്ങിന്റെ ആ പ്രതിനിധി പറയുകയാണ്, നിന്റെ കീഴിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട്. അതുകൂടാതെ നിങ്കയും നീയും നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്കയെ ഇവിടെ കാണുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ടേബിളിൽ തട്ടിക്കൊണ്ട് ഉച്ചത്തിൽ അയാൾ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ? അവനെ കൊല്ലും. ബോധമില്ലാത്തവനെ പോലെയാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ അവനെ കൊല്ലും. വെയ് സിറ്റി വിട്ടു പോയതോടെ അവനും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവൻ ഫൂസിയുടെയും യാൻസിയുടെയും ശിഷ്യനായി ഷിയാഹാവിനെ കൊന്നു. കുറെ ആളുകൾക്കൊക്കെ അവൻ സഹായം ചെയ്തു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങോട്ട് അവൻ തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കള്ളു കുടിച്ച് അവശനായ അയാൾ എഴുന്നേൽക്കുമ്പോൾ വീഴാൻ പോകുന്നു. എന്നിട്ടും ആ കുപ്പി എടുത്തുകൊണ്ട് ഷീലിങ്ങിന്റെ ആ പ്രതിനിധിയുടെ അടുത്തേക്കൊക്കെ വന്ന് ഛർദ്ദിക്കാനൊക്കെ പോകുന്നു. അയാളാകട്ടെ പേടിച്ച് മാറുന്നുണ്ട്. ഇവിടെ നിന്ന് പോയതിനു ശേഷം ഒരു വാക്ക് പോലും അവൻ പറഞ്ഞിട്ടില്ല. അവൻ നന്ദിയില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് അയാൾ ബോധം കെട്ട് വീഴുന്നു. അതൊക്കെ ശരിക്കും ഒരു അവഹേളനം പോലെ ആയിരുന്നുവെങ്കിലും ഷീലിങ്ങിന്റെ ആ പ്രതിനിധി പറയുകയാണ്, എന്തൊക്കെ വന്നാലും സാങ്സാങ്ങിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. സാങ്സാങ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞങ്ങളെ അറിയിക്കണം. അത് കേട്ട് വീണ്ടും എഴുന്നേറ്റ് ജനറൽ മാ പറയുകയാണ്, യുദ്ധം ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് വെയ് സിറ്റി. ഇവിടുത്തെ സ്ഥലങ്ങൾക്കും പ്രത്യേക സവിശേഷതകളുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥലത്തെ പറ്റി ഒന്നും അറിയില്ല. നിങ്കയെ നിങ്ങൾ ഒറ്റയ്ക്ക് പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നടക്കില്ല. ഈ സ്ഥലത്തിലെ ഓരോ മുക്കും മൂലയും അവന് നന്നായിട്ടറിയാം.
അതിനുശേഷം വീണ്ടും അയാൾ നിലത്ത് വീണു പോകുന്നു. ഷീലിങ്ങിന്റെ ആ പ്രതിനിധി അപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സാങ്സാങ്ങിനെ പിടിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും ഞങ്ങൾ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ മണ്ടൻ അയാളുടെ പ്ലാനിനെ കുറിച്ചും ജനറൽ മായിനോട് പറയുന്നു. ജനറൽ മാക്ക് നിങ്കയും സാങ്സാങ്ങിനെയും അത്രയ്ക്ക് വെറുപ്പായിരിക്കുമെന്ന് കരുതിയാണ് എല്ലാ കാര്യങ്ങളും അയാളോട് പറയുന്നത്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ജനറൽ മാ പറയുകയാണ്, ഇനി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്കയ്ക്ക് ചിറകുകളുണ്ടെങ്കിൽ പോലും. ശേഷം വീണ്ടും ബോധം കെട്ട് വീഴുന്നവനെ പോലെ അഭിനയിക്കുന്നു. ഷീലിങ്ങിന്റെ ആ പ്രതിനിധിയാകട്ടെ വീണ്ടും വിളിച്ച് കുറെ കാര്യങ്ങൾ പറയാനൊരുങ്ങുമ്പോൾ തന്നെ അയാൾ പറയുകയാണ്, മികച്ചൊരു പദ്ധതി തന്നെയാണിത്, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് അയാൾ ഇടിക്കാൻ തുടങ്ങുന്നു. കുറച്ച് ഇടി കൊടുത്തു കഴിയുമ്പോൾ കൂടെയുള്ളവർ തടുക്കുന്നുണ്ട്. സത്യത്തിൽ ജനറൽ മാ കിട്ടിയ അവസരം മുതലെടുത്തതാണ്. അതിനുശേഷം കീഴിലുള്ള പട്ടാളക്കാർ ജനറൽ മായിനെ അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അവരോട് എല്ലാവരോടും കുടിച്ചോളാൻ അയാൾ പറയുന്നുണ്ട്. ഷീലിങ്ങിന്റെ ആ പ്രതിനിധിയൊക്കെ ഒന്നും പറയാനും സാധിച്ചില്ല. പോകുന്ന വഴിക്കൊക്കെ ജനറൽ മാ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ജനറൽ മാ തന്റെ അഭിനയമെല്ലാം നിർത്തിയിട്ട് പറയുകയാണ്, ഒരു കുതിര റെഡിയാക്കൂ, നിങ്കിയുടെ അടുത്തേക്ക് പോകണം, നിങ്കി ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പോൾ വേറൊരു പട്ടാളക്കാരൻ പറയുന്നുണ്ട്, നിങ്കി എന്റെ ചങ്ങാതിയാണ്. ജനറൽ മാ ദേഷ്യത്തോടെ പറയുകയാണ്, അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, തനിക്കൊരു ചാട്ടവാറ് കൂടി വേണമെന്ന് ജനറൽ മാ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്കയുടെ അടുത്തേക്ക് പുറപ്പെടുന്ന സമയത്ത് നിങ്കയെ അവസാനം കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അയാൾ ഓർക്കുന്നു. നിങ്കയെ അവസാനമായി കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ജനറൽ മാക്ക് നല്ല വിഷമമാകുന്നുണ്ട്. കാരണം നിങ്ക അയാൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. കൂടെയുള്ള മറ്റുള്ള പട്ടാൾക്കാർ അപ്പോൾ ജനറൽ മായോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഫോളോ ചെയ്യുക മാത്രം ചെയ്യാൻ പറയുന്നു. സാങ്സാങ് ഇതേ സമയം നിങ്കയോട് കൂടി ഇരിക്കുന്ന സമയത്ത് പറയുകയാണ്, വേവ് സിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ള ലിക്കറിന് ഇനി കുടിക്കാലോ. എന്നാൽ അല്പം വിഷമത്തോടെ നിൽക്കുന്ന നിങ്ക പറയുകയാണ്, പക്ഷേ നമുക്ക് വേവ് സിറ്റിയിൽ അധികം നേരം നിൽക്കാനാകില്ല, നമുക്കത് കടന്നു പോയിട്ടിരിക്കുന്നു. അത് കേട്ട് സാങ്സാങ്ങിന് വിഷമമാകുന്നുണ്ട്. എങ്കിലും അവൾ പറയുകയാണ്, ശരിയാണ്, നമ്മൾ കാരണം ആ സ്ഥലത്ത് ഒരു പ്രശ്നവും ഉണ്ടാകരുത്. നമുക്ക് അങ്ങോട്ട് പോയില്ലെങ്കിൽ ജനറൽ മായിനെ കാണാൻ പറ്റില്ലല്ലോ. നിങ്ക അപ്പോൾ ആ കുതിരയെ നിർത്തുന്നു. ആ സ്ഥലത്തിന്റെ സ്മെല്ല് നല്ലവണ്ണം ആസ്വദിക്കുന്നതിന് വേണ്ടിയായിരുന്നു നിക്ക് നിർത്താൻ പറഞ്ഞത്. ഒരുപാട് ഓർമ്മകളുള്ള ആ സ്ഥലത്തിന്റെ സ്മെല്ല് ആസ്വദിച്ച് അവർ സന്തോഷിക്കുന്നു. അല്പം കഴിയുമ്പോൾ ജനറൽ മായും അവന്റെ ആളുകളും അവിടെ എത്തുന്നു. അവരെ കാണുമ്പോൾ തന്നെ നിക്ക് സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി വരാൻ ഒരുങ്ങുന്നു. ജനറൽ മാ അത് കണ്ട് അവന്റെ നേരെ ചാട്ടവാറ് വീശുകയാണ്. അത് കണ്ട് എന്താണ് അയാൾ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അയാളാകട്ടെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി നിക്കയെ ഓടിച്ചിട്ടടിക്കാൻ നോക്കുന്നു. നിക്ക് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു. പിന്നെയാണ് മനസ്സിലായത് തമാശയ്ക്കായിരുന്നു ജനറൽ മാ അത് ചെയ്തത്. നിങ്കയുടെ ഓരോ ചരിത്രവും പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും അവനെ അടിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അവൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. അവസാനം അയാൾ പറയുകയാണ്, ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ, ഇത് നിന്റെ വീടല്ലേ, എന്നെയും ബേസിറ്റിയെയും മറന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ അടിക്കുന്നു. അവസാനം നിങ്കെ നിന്ന് അടി കൊള്ളുന്നുണ്ട്. സാങ്സാങ്ങിനാകട്ടെ അതൊന്നും സീരിയസ് അല്ല എന്ന് കാണുമ്പോൾ സന്തോഷമാകുന്നു. സാങ്സാങ് അങ്ങോട്ട് വരുമ്പോൾ സാങ്സാങ്ങിന്റെ അടുത്തേക്കും ദേഷ്യപ്പെട്ടിട്ട് ജനറൽ മാ പറയുകയാണ്, നീയും അവന്റെ പക്ഷം ചേർന്ന് അങ്ങനെ പ്രവർത്തിച്ചുവല്ലേ, നിനക്കെങ്കിലും ബേസിറ്റിയെ പറ്റി ഓർക്കാമായിരുന്നില്ലേ, നീ ഇപ്പോൾ ഡോട്ടർ ഓഫ് ഹെയ്ഡ് ആയെന്ന് കേട്ടു. ചിരിച്ചുകൊണ്ട് സാങ്സാങ് അപ്പോൾ പറയുകയാണ്, ഞാൻ പഴയ സാങ്സാങ് തന്നെയാണ്. നിങ്കയാകട്ടെ ജനറൽ മായനെ തന്നെ തറപ്പിച്ചു നോക്കുമ്പോൾ, നീ എന്തിനാണ് എന്നെ അങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ക പറയുകയാണ്, നിന്റെ മുഖത്തൊക്കെ ഒരുപാട് പാടുകളുണ്ടല്ലോ. അവൻ പറയുകയാണ്, ഇവിടുത്തെ പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങൾ തന്നെ വേണ്ടേ. ഈയിടെയായിട്ട് ഗോൾഡൻ ഹോർഡ് വളരെ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൺട്രോൾ ലോങ്കിൻ രാജകുമാരന് കിട്ടിയല്ലോ, അങ്ങനെയാണ് അത് പവർഫുൾ ആയത്. എപ്പോഴും വേഷം മാറി ആളുകൾ ഇവിടെ അറ്റാക്കിന് വേണ്ടി വരുന്നു. ഒരുപാട് ആക്രമണങ്ങളെ നേരിട്ടപ്പോൾ കിട്ടിയ അടയാളങ്ങളാണ്. നീ പോയപ്പോൾ എൻ്റെ വലിയ ശക്തി തന്നെയാണ് പോയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുഖത്ത് ഈ പാടുകൾ. നിക്ക് അപ്പോൾ അയാളെ തട്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് വയസ്സായി. അയാൾ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ തിരികെ വന്നില്ലേ, ഇത് നമുക്ക് ആഘോഷിക്കണം. സാങ്സാങ്ങിനോട് ചോദിക്കുകയാണ്, പഴയതുപോലെ നീ കുടിക്കാറുണ്ടോ? സാങ്സാങ് പറയുകയാണ്, പഴയതിലും ബെറ്റർ ആയിട്ട്. എങ്കിൽ വാ എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. എന്നാൽ നിക്ക് അവളെ പിടിച്ചു നിർത്തുകയാണ്. ജനറൽ മാ അപ്പോൾ അത് കണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഞങ്ങളിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്, ആർക്കും അത് ഹാൻഡിൽ ചെയ്യാനാകില്ല. താങ് സാമ്രാജ്യത്തിലേക്ക് ഞങ്ങൾ തിരികെ പോകുന്നില്ല, വേവ് സിറ്റിയിലേക്കും വരുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയിട്ടേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ജനറൽ മായ അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ അലഞ്ഞു തിരിയാൻ പോവുകയാണോ? വേറെ ഓപ്ഷൻ ഇല്ല എന്ന് നിങ്കെ പറയുമ്പോൾ ജനറൽ മാ പറയുകയാണ്, നിങ്ങളിങ്ങനെ സില്ലിയാകല്ലേ, ഇത് എൻ്റെ സ്ഥലമാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ നിങ്കെ അയാളുടെ കൈ തട്ടിമാറ്റി പറയുകയാണ്, ഞങ്ങൾക്കും ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ അത് വേവ് സിറ്റിയുടെ തന്നെ നാശത്തിന് കാരണമാകും. ദേഷ്യത്തോടെ ജനറൽ മാ പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നാൽ എല്ലാം ശരിയാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്?
ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ദേഷ്യത്തോടെ നിങ്ക പറയുകയാണ്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങോട്ട് എന്തായാലും വരുന്നില്ല. ദേഷ്യത്തോടെ ജനറൽ മാ പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചല്ലേ? നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിനക്ക് സ്വസ്ഥമായിട്ട് എന്നോടൊന്ന് സംസാരിച്ചൂടെ? അയാളുടെ കെഞ്ചിയുള്ള ആ സംസാരം കേട്ട് കഴിയുമ്പോൾ നിങ്ക കരഞ്ഞു പോകാൻ പോകുന്നുണ്ട്. ജനറൽ മാ തുടർന്ന് പറയുകയാണ്, നീ പലതും ഈ ഒരു ചുരുങ്ങിയ വർഷക്കാലത്തോളം കണ്ടു. പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ പുതിയതായിട്ട് ഒന്നും തന്നെ കണ്ടിട്ടില്ല. നീ കണ്ട കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നൂടെ? അവയൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. കേൾക്കാനെങ്കിലും നീ അനുവദിക്കില്ലേ? സാങ്സാങ്ങിനും അത് കേട്ട് വിഷമമായി നിങ്കയോട് പോകാമെന്ന രീതിയിൽ തലയാട്ടുന്നു. എന്നാൽ എന്നിട്ടും നിങ്ക അതിന് തയ്യാറാകുന്നില്ല. സാങ്സാങ്ങിനെയും പിടിച്ച് അവൻ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും കീഴിലുള്ള പട്ടാളക്കാർ അവിടെ എത്തി ജനറൽ മായിനോട് പറയുകയാണ്, ഷീലിങ്ങിലുള്ള 3 പേർ നമ്മളെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ അവരെ ഒതുക്കി. അതിനുശേഷം നിങ്കയുടെ ആ കൂട്ടുകാർ സന്തോഷത്തോടെ നിങ്കയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് അവർ തമ്മിലുള്ള കളിയും ചിരിയുമാണ്. വീണ്ടും രാജകൊട്ടാരം കാണിക്കുന്നു. താങ്ങഡ്യൂസർ രാജാവിനോട് പറയുകയാണ്, ഷീലിംഗ് മാത്രമല്ല, പവർഫുൾ ആയിട്ടുള്ള കുറെ ആളുകളും നിങ്കയ്ക്കും സാങ്സാങ്ങിനും എതിരാണ്. പവർഫുൾ ആയിട്ടുള്ള നിയാന്റെ മാസ്റ്ററിനെ കുറിച്ചുമൊക്കെ താങ്ങഡ്യൂസർ പറയുന്നുണ്ട്. എന്നാൽ രാജാവ് അതൊന്നും ഗവനിക്കുന്നേ ഇല്ല. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.